നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, നമ്മളുടെ വീടുകളിൽ ക്ഷേമ പെൻഷൻ്റെ സഹായം വാങ്ങുന്നവരുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിക്കണം. അതായത് വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്. നിലവിൽ 3 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. 2.5 ലക്ഷം മുതൽ 3 ലക്ഷം പേരാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഇനിയും ഹാജരാക്കാനുള്ളത്. മുൻപ് പെൻഷന് അപേക്ഷ വെച്ച സമയത്തോ അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റ് സർക്കാർ ആവശ്യപ്പെട്ട സമയത്തോ വരുമാന സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ. ഇങ്ങനെ ഏൽപ്പിക്കേണ്ട സമയത്ത് നിലവിൽ ഇത് കൊടുക്കാൻ വിട്ടുപോയവരാണ് ഈ പറയുന്ന 3 ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ. അവർക്ക് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി 2026 ജൂൺ മാസം 30 വരെയാണ്. അതിനുശേഷം അവരെ പട്ടികയിൽ നിന്നും മാറ്റുകയാണ് ചെയ്യുക. പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുന്നതല്ല. അതുമാത്രമല്ല, ഇതുവരെ ഏൽപ്പിക്കാത്ത സ്ഥിതിക്ക് അവർക്ക് വാർഷിക വരുമാനം 1 ലക്ഷമോ അതിന് മുകളിലോ ആയിരിക്കും എന്ന കണക്കുകൂട്ടലിലും സർക്കാർ എത്തിച്ചേരും. അതുമാത്രമല്ല, അവർക്ക് പിന്നീട് അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നിലയിലായിരിക്കും. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ, കർഷക തൊഴിലാളി പെൻഷൻ, അതോടൊപ്പം അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ സഹായം, ഈ സ്കീമുകളെയാണ് ഇത് ബാധിക്കുന്നത്. ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്നവർക്ക് തടസ്സങ്ങളൊന്നും തന്നെയില്ല. മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ സമർപ്പിച്ചിട്ടുള്ളവരും ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല. നിലവിൽ നാളിതുവരെ ഒരിക്കൽ പോലും ഇത് കൊടുക്കാത്തവർ മാത്രമാണ് ഇത് കൊടുക്കേണ്ടത്. കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. വീഡിയോ കണ്ട് മനസ്സിലാക്കുക. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗത്തിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പകൽ ഒരു 11 മണിക്ക് ശേഷം, അതുമാത്രമല്ല വൈകുന്നേരം ഒരു 3 മണി വരെ വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം ഉൾപ്പെടെ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നൽകിക്കഴിഞ്ഞു. അതുമാത്രമല്ല, വിവിധ ജില്ലകളിൽ ഇപ്പോൾ സൂര്യതാപം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി വെയിലേൽക്കുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യുക. അതുമാത്രമല്ല, ദിവസവേതനത്തിനൊക്കെ പുറം ജോലികളിൽ ഏർപ്പെടുന്നവർ കൃത്യമായിട്ടുള്ള സുരക്ഷാ മുൻകരുതൽ, അതോടൊപ്പം തന്നെ പകൽ സമയത്ത്, അതും കൂടുതൽ വെയിലുള്ള സമയത്ത് ജോലി ഒഴിവാക്കിയ സമയ ക്രമീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എടുക്കേണ്ടതാണ്. ഇനി ഇത് മാത്രമല്ല, ദാഹമില്ല എങ്കിൽ പോലും ആവശ്യത്തിന് വെള്ളം കുടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതും ശുദ്ധജലം തന്നെ കുടിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ മഞ്ഞപ്പിത്തം ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഈ സമയത്താണ് വരിക. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായിട്ടുള്ള വെള്ളം അത് കൃത്യമായിട്ട് കുടിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ആധാർ കാർഡിൻ്റെ അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആധാർ കാർഡുകൾ എടുത്തിട്ട് 10 വർഷമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡുകൾ പുതുക്കുന്നതിന് വേണ്ടി സാധിക്കും. ഐഡൻറ്റിറ്റി പ്രൂഫും ഒരു അഡ്രസ് പ്രൂഫുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലോ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ മറ്റ് സർവീസ് സെൻ്ററിലോ എത്തിച്ചേർന്നാൽ നമുക്ക് ഇത്തരത്തിൽ ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്തെടുക്കാം. ഇത്തരം ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യുന്നതിലൂടെ വിവിധ സർക്കാരിൻ്റെ പദ്ധതികളിലേക്ക് അപേക്ഷകളും KYC അതിൻ്റെ വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മൊബൈൽ OTP ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആധാർ അധിഷ്ഠിത OTP, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ നടത്തുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ വിവിധ സേവനങ്ങൾ മുടങ്ങാതിരിക്കാൻ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി ആധാർ കാർഡുകൾ പുതുക്കിയെടുക്കുന്ന കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.